ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമാണ് ശ്രേയസ്. കോഴിക്കോട് മേഖലയിലെ 9ാമത്തെ യൂണിറ്റായ കൂടരഞ്ഞിയുടെ വാർഷിക ആഘോഷമാണ് ഇന്നിവിടെ നടക്കപ്പെടുവാൻ പോകുന്നത്. അതിൻ്റെ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സ്നേഹപൂർവ്വം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മലയോര മേഖല പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയായിട്ട് മാറിയിരിക്കുകയാണ് കൂടരഞ്ഞിലെ ശ്രേയസ് യൂണിറ്റ്. സംരംഭങ്ങളായി കാർഷികേതര വിഭാഗങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന മക്കൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അയൽക്കൂട്ട സംവിധാനങ്ങളിലൂടെയും മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ വികസനം, കുടുംബത്തിൻ്റെ വികസനം, സമൂഹത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ശ്രേയസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഉൾച്ചേർന്ന് എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭ ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമാണ് ശ്രേയസ്. 2014 മെയ് മാസം 11-ാം തീയതി രൂപതയിലെ 77ാമത് യൂണിറ്റായി ഉയർത്തപ്പെട്ട ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ കൂടരഞ്ഞി യൂണിറ്റിന്റെ 2024-2025 വർഷത്തെ വാർഷിക റിപ്പോർട്ട് പൊതുയോഗ സമക്ഷം സമർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന യേശുനാഥന്റെ വചനത്തെ സ്വജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നിശ്ചയിച്ചുറച്ച കർമ്മയോഗി. ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാൻ അഭിവന്ദ്യ സിറിൽ മാർ ബസേലിയോസ് പിതാവ് 1979 സാധുജന സേവനാർത്ഥം രൂപം നൽകിയ മഹാപ്രസ്ഥാനമാണ് ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ. തന്റെ രൂപതയിലുള്ള ദൈവജനത്തിന്റെ ആത്മീയ ശുശ്രൂഷകർക്കൊപ്പം രൂപത അതിർത്തിയിൽ വരുന്ന നാനാജാതി മതസ്ഥർക്കും വിവേചനമന്യേ സാമൂഹ്യനീതിയും ജീവസുരക്ഷയും ഉറപ്പാക്കുവാനും വിശക്കുന്നവന്റെ മുൻപിൽ അപ്പമാകുവാനും വിലക്കപ്പെട്ടവരെ അഭയമാകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കിയ അവിടുത്തെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ നന്ദിയുടെ നറുമലരുകൾ. തൻ്റെ മുൻഗാമി തുടങ്ങിവെച്ച സാമൂഹ്യ വികസന കാഴ്ചപ്പാടുകൾ അണുവിട തെറ്റാതെ കൂടുതൽ ജനോപകാരപ്രദമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് ശ്രേയസ് എന്ന പ്രസ്ഥാനത്തെ ജനകീയമാക്കിയ രൂപതയുടെ ദ്വിതീയ മെത്രാൻ ഗീവർഗീസ് മാർ ദിവന്യാസോസ് പിതാവിന് പ്രണാമം. മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹ്യ നിർമ്മാണ പ്രക്രിയയിൽ 4 പതിറ്റാണ്ടുകൾ പിന്നിട്ട് നിർധനരും നിഷ്കളങ്കരുമായ ഗ്രാമീണ ജനതയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തി ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രേയസ് എന്ന മഹാപ്രസ്ഥാനത്തെ നയിക്കുന്ന രൂപതയുടെ ആത്മീയാചാര്യൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിന് ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. സ്വതസിദ്ധമായ നിഷ്കളങ്കത കൊണ്ടും കർമ്മമണ്ഡലത്തെക്കുറിച്ചുള്ള ആഴമായ അറിവ് കൊണ്ടും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ തനിക്ക് പരമേൽപ്പിക്കപ്പെട്ട സ്ഥാനത്തിന് താൻ തികച്ചും അർഹനാണെന്ന് തെളിയിച്ച ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്നേഹബഹുമാനപ്പെട്ട ഡേവിഡ് ആലിങ്കൽ അച്ഛന് കൃതജ്ഞതയുടെ നറുമലരുകൾ. ശ്രേയസ് വിഭാവനം ചെയ്യുന്ന വികസന കാഴ്ചപ്പാടുകളെ യഥാവിധി നടപ്പാക്കുന്നതിനും മികവുറ്റ ഭരണതന്ത്രം കൊണ്ട് കോഴിക്കോട് മേഖലയിൽ കൂടരഞ്ഞി യൂണിറ്റിനെ ദിനംപ്രതി ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മേഖലാ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛന് അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ. ദീർഘകാലമായി ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ കോർഡിനേറ്ററായി നിസ്തുലമായ സേവനം കാഴ്ചവെക്കുന്ന ശ്രീമതി ലിസി റെജി അവർക്ക് സ്നേഹോഷ്മളമായ കൃതജ്ഞത. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിൽ 2013-14 കാലഘട്ടത്തിൽ അന്നത്തെ മേഖലാ ഡയറക്ടറായിരുന്ന റവറൻഡ് ഫാദർ തോമസ് കലൂരിന്റെ നേതൃത്വത്തിൽ ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് റവറൻഡ് ഫാദർ ജേക്കബ് ചുണ്ടേക്കാട്ടിൽ മേഖലാ ഡയറക്ടറായിരിക്കുമ്പോൾ കൂടരഞ്ഞിയെ പുലിക്കേവ് യൂണിറ്റിന്റെ സബ് സെന്ററായി നിശ്ചയിച്ചു. തുടർന്ന് 2024 മെയ് 11-ന് പെരിയ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ ഡേവിഡ് ആലിങ്കൽ കൂടരഞ്ഞിയെ ബത്തേരി രൂപത സോഷ്യൽ സർവീസ് സെന്ററിന്റെ 77ാമത് സ്വതന്ത്ര യൂണിറ്റായി പ്രഖ്യാപിച്ചു. യൂണിറ്റ് പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ആർദർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഡയറക്ടറും
യൂണിറ്റ് ഡയറക്ടറുമായ റവറൻ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷനായിരുന്ന യോഗത്തിൽ പുതിയതായി രൂപം കൊണ്ട യൂണിറ്റിന്റെ വളർച്ചയ്ക്കായി പ്രയത്നിച്ച വ്യക്തികളെയും മറ്റ് ജനപ്രതിനിധികളെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. പുതിയതായി രൂപീകരിച്ച യൂണിറ്റിന്റെ ഓഫീസ് മേഖലാ ഡയറക്ടർ തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ ഡേവിഡ് ആലിങ്കൽ നാടിന് സമർപ്പിച്ചു. കൂടരഞ്ഞി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ സംഘങ്ങൾ ശാലോം കൂടരഞ്ഞി, ദീപം നായാടംപൊയിൽ, അനശ്വര കക്കാടംപൊയിൽ, എവർഗ്രീൻ കൂമ്പാറ, മരിയ കൂടരഞ്ഞി, പ്രതീക്ഷ കൂടരഞ്ഞി, അമ്മ കൂമ്പാറ, ഉഷസ് കൂമ്പാറ, ഫിനിക്സ് കൂടരഞ്ഞി, ഗാലക്സി കൂട്ടക്കര, അമല വീട്ടിപ്പാറ, ഉദയ കക്കാടംപൊയിൽ, ആരാധന കക്കാടംപൊയിൽ, മഹാത്മാ നായാടംപൊയിൽ, ഗുഡ് ഷെപ്പേർഡ് കൂടരഞ്ഞി, സുരഭി കൂമ്പാറ, കൃപ കൂമ്പാറ, ചെറുപുഷ്പം പുഷ്പഗിരി, നന്മ കൂടരഞ്ഞി, മഴവില്ല് കൂടരഞ്ഞി, ഗസൽ കൂമ്പാറ, ദർശന കക്കാടംപൊയിൽ, റൈസിംഗ് സ്റ്റാർ പുന്നക്കൽ, സൂര്യ കൂടരഞ്ഞി, വസന്തം മേലെ കൂമ്പാറ, സാന്ത്വനം പെരുമ്പൂള, കരുണ താഴെ കൂടരഞ്ഞി, ലക്ഷ്യ താഴെ കൂടരഞ്ഞി, ഒരുമ കൂടരഞ്ഞി, ഉണർവ് കക്കാടംപൊയിൽ, കർഷക സ്വാശ്രയ സംഘം കൂടരഞ്ഞി, ഗ്രേസ് കൂട്ടക്കര, മേരി മാത കക്കാടംപൊയിൽ, മോർണിംഗ് സ്റ്റാർ കൂടരഞ്ഞി, നിഹാര വഴിക്കടവ്, ഇൻഫന്റ് ജീസസ് കൂടരഞ്ഞി, നിലാവ് കക്കാടംപൊയിൽ, സൗഭാഗ്യ കക്കാടംപൊയിൽ, ദീപ്തി കുളിരാമുട്ടി, പുലരി വീട്ടിപ്പാറ, വർണ്ണം കൂടരഞ്ഞി, ഐശ്വര്യ പെരുമ്പൂള. ബാലജ്യോതി ഗ്രൂപ്പുകൾ ഹെവൻ നായാടംപൊയിൽ, ആൽബർട്ട് റോസ് കൂമ്പാറ, കുഞ്ഞാറ്റ കൂടരഞ്ഞി, പൊൻതൂവൽ കൂമ്പാറ, മഞ്ചാടി കൂടരഞ്ഞി. കോഴിക്കോട് വൈദിക ജില്ലയുടെ പ്രോട്ടോവികാർ സ്നേഹബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛൻ അധ്യക്ഷനായിട്ടുള്ള ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിന്റെ 2024-25 വർഷത്തെ ഭരണസാരഥികൾ ശ്രീമതി ലിസി റെജി മേഖലാ പ്രതിനിധി, ഐസക് സാർ മേഖലാ ആനിമേറ്റർ, നിയുക്ത പ്രസിഡന്റ് വിനു നിരപ്പേൽ, ശ്രീമാൻ ചന്ദ്രൻ കണിയാമ്പറമ്പിൽ പ്രസിഡന്റ്, ഷൈജു കോയിനിലം വൈസ് പ്രസിഡന്റ്, സജി ഇമ്മാനുവേൽ സെക്രട്ടറി, മിനി പുതിയടത്ത് ജോയിന്റ് സെക്രട്ടറി, ശ്രീമതി ജെറീന റോയ്, ഷിജി പ്ലാക്കൂട്ടം, ജോമ സുരേഷ് ആൻഡ് യുഡിഒ ജോസ് കുറൂർ. ശ്രേയസ് കോഴിക്കോട് മേഖലയ്ക്ക് അഭിമാനകരമായ ഒരു യൂണിറ്റാണ് കൂടരഞ്ഞി യൂണിറ്റ്. തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് കൂടരഞ്ഞി യൂണിറ്റിലെ സംഘാംഗങ്ങളെ ശക്തീകരിക്കാനും അതിനുവേണ്ട നേതൃത്വ പാഠവും കൊടുക്കുവാനും യുഡിഒ ജോസ് കുറൂർ എന്ന വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ ശ്രേയസ് കുടുംബാംഗങ്ങൾക്കും ഇതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട യൂണിറ്റ് ഡയറക്ടർ തോമസ് അച്ഛനും ഒപ്പം യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സജി അങ്കിൾ ശ്രേയസ് യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആണല്ലോ. ഈ യൂണിറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിനെ നിയന്ത്രിക്കുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണ്. കോഴിക്കോട് ജില്ലാ ഡയറക്ടറായിട്ടുള്ള തോമസ് മണ്ണിത്തോട്ടത്തിലച്ഛനാണ് കൂടരഞ്ഞി യൂണിറ്റിന്റെ ഡയറക്ടർ. എല്ലാ മാസവും ഞങ്ങൾ യൂണിറ്റ് കമ്മിറ്റി ചേരുകയും യൂണിറ്റ് കമ്മിറ്റിയിൽ വെച്ച് ഓരോ മാസത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും തിരുത്തലുകൾ നടത്തുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലോണ് കൊടുക്കൽ, തിരിച്ചുള്ള അടവുകൾ, മറ്റ് പ്രവർത്തനങ്ങളെല്ലാം യൂണിറ്റ് കമ്മിറ്റി വിലയിരുത്തുന്നതോടൊപ്പം ഈ കമ്മിറ്റിയിൽ കോർഡിനേറ്റർമാരായ ലിസ് ചേച്ചി, ഐസക് സാറ് അവരെല്ലാം പങ്കെടുക്കും. ഞങ്ങൾ 13 യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും ഈ കമ്മിറ്റി മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി വളരെ നല്ല രീതിയിൽ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. ബാലജ്യോതി പ്രോഗ്രാം ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിലെ ബാലജ്യോതി കുട്ടികളെ ഉൾപ്പെടുത്തി 2024 ഒക്ടോബർ മാസത്തിൽ ഒരു പ്രസംഗ പരിശീലനം സംഘടിപ്പിച്ചു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മേരി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത പരിപാടിക്ക് പ്രശസ്ത മോട്ടിവേറ്ററും പരിശീലകനുമായ ശ്രീമാൻ വിൽസൺ മണ്ണിത്തോട്ടം നേതൃത്വം നൽകി. യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടം, പഞ്ചായത്ത് അംഗം ശ്രീമതി ജെറീന റോയ് എന്നിവർ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന മരിയ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ലവ് ബേർഡ്സ് ബാലജ്യോതി ഗ്രൂപ്പിൽ ഞാനും ഒരു അംഗമാണ്. എല്ലാ മാസവും ഒരു ചെറിയ തുക സമ്പാദ്യമായി മാറ്റിവെക്കുവാൻ ബാലജ്യോതി ഗ്രൂപ്പുകളിലൂടെ സാധിക്കുന്നുണ്ട്.
കൂടരഞ്ഞി യൂണിറ്റിൽ 9 ബാലജ്യോതി ഗ്രൂപ്പുകളാണ് ഉള്ളത്. ബാലജ്യോതി കുട്ടികൾക്കായി നൽകിയ വിദ്യാജ്യോതി ശ്രേയസ് എഡ്യൂക്കേഷൻ സപ്പോർട്ടിംഗ് സ്കീം വായ്പാ പദ്ധതികളിലൂടെ 10,000 മുതൽ 25,000 രൂപ വരെ പലിശരഹിത വായ്പ ലഭിക്കുന്നുണ്ട്. ഈ വർഷം കുട്ടികൾക്കായി നടത്തിയ പ്രസംഗ പരിശീലന പരിപാടി വ്യക്തിത്വ വികസനത്തിന് ഏറെ ഉപകാരപ്രദമായിരുന്നു. ശ്രേയസ് കൂടരഞ്ഞിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ബാലജ്യോതി ഗ്രൂപ്പുകളുടെ ആശംസകൾ. രാഷ്ട്രത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനം ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിൽ മഴവിൽ, ഫിനിക്സ്, ഗുഡ് ഷെപ്പേർഡ്, ഒരുമ, വർണ്ണം, കൂടരഞ്ഞി കർഷക സ്വാശ്രയ സംഘം എന്നീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ അനുസ്മരിച്ചു. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛൻ അധ്യക്ഷനായിരുന്ന അനുസ്മരണ ചടങ്ങ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഹെലൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിച്ച 10 വിമുക്ത ഭടന്മാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ക്രിസ്മസ് ദിനാഘോഷം. ക്രിസ്മസിനോടനുബന്ധിച്ച് ശ്രേയസ് കോഴിക്കോട് മേഖല നടത്തിയ മേഖലാതല കരോൾഗാന മത്സരത്തിൽ ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിനു വേണ്ടി മത്സരത്തിൽ പങ്കെടുത്ത കക്കാടംപൊയിൽ ദർശന, സൗഭാഗ്യ സംഘാംഗങ്ങൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കൂടാതെ വിവിധ സ്വാശ്രയ സംഘങ്ങളിൽ ക്രിസ്മസ് കേക്ക് മുറിച്ച് സമ്മാനങ്ങൾ നൽകിയും ക്രിസ്മസ് ആഘോഷങ്ങൾ മികവുറ്റതാക്കി. ഈ വർഷം കക്കാടംപൊയിൽ പ്രദേശത്തുള്ള 7 സ്വാശ്രയ സംഘങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഏരിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സീന ബിജു ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത പരിപാടിയിൽ ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷനായിരുന്നു. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസിറിജി, യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ കണിയാമ്പറമ്പിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ 100ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പ്രസ്തുത പരിപാടിയിൽ വെച്ച് കൂടരഞ്ഞി മരിയ സ്വാശ്രയ സംഘം ഹെവൻ ബാലജ്യോതിയിലെ കുട്ടികൾക്ക് 50 നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. വായനാ ദിനം. ജൂൺ 19 വായനാ ദിനം ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റൈസിംഗ് സ്റ്റാർ സംഘവും സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ പുന്നക്കലും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഡയറക്ടർ അധ്യക്ഷനായിരുന്ന പരിപാടി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗവും ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ ശ്രീമതി ജെറീന റോയ് ഉദ്ഘാടനം ചെയ്തു. കൈതപ്പൊയിൽ ലിസ കോളേജ് അധ്യാപകൻ ഡോക്ടർ ഷൈജു ഏലിയാസ് വ്യക്തിത്വ വികസനത്തിൽ പുസ്തകങ്ങൾക്കുള്ള പ്രാധാന്യം വിശദീകരിച്ച് ക്ലാസ് എടുത്തു. തദവസരത്തിൽ സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം നിർവഹിച്ചു. 2023-24 മലയാള മനോരമ നല്ല പാഠം കോഴിക്കോട് ജില്ലാ അധ്യാപക കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം നേടിയ തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ അധ്യാപികയും ശ്രേയസ് കുടുംബാംഗവുമായ ശ്രീമതി TR ടീച്ചറെ കൂടരഞ്ഞി മഴവിൽ സ്വാശ്രയ സംഘത്തിന് വേണ്ടി ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഡയറക്ടർ റവറന്റ് ഫാദർ തോമസ് മണ്ണിത്തോട്ടം പുരസ്കാരം നൽകി ആദരിച്ചു. ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റിലെ ആരാധനാ സംഘത്തിലെ ആൽബീന ഷാജി, നന്മ സംഘത്തിലെ അനാമിക ബി, മഴവിൽ സംഘത്തിലെ റോഷൻ റോയ്, അസ്റ്റിൻ ജോസഫ്, ഗ്രേസ് സംഘത്തിലെ ഡിബിന മാത്യു, മരിയ സംഘത്തിലെ അമൻഡ റോസ് എന്നിവരെ മേഖലാതലത്തിൽ ഈങ്ങാപ്പുഴയിൽ വെച്ച് നടത്തിയ അവാർഡ് ദാന ചടങ്ങിൽ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മോർ ആൻഡ് മോർ ക്ലിമിസ് ബെസേലിയോസ് കാത്തോലിക്ക ബാബ മൊമന്റോ നൽകി ആദരിച്ചു. കൂടാതെ ദീപം സംഘത്തിലെ വിജയികളായ മുഴുവൻ കുട്ടികളെയും വാർഡ് മെമ്പർ ശ്രീമതി ജെറീന റോയ്, യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ കണിയാമ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു. കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസമിതി അംഗം എന്ന നിലയിലും കൂടരഞ്ഞി ശ്രേയസ് കമ്മിറ്റി അംഗം എന്ന നിലയിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ശ്രേയസ് പോലുള്ള സംഘടനയ്ക്കുള്ള പ്രസക്തി എന്താണ്? അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ആണെങ്കിലും ഒരു നാടിൻ്റെ ആണെങ്കിലും വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ്. പക്ഷെ സർക്കാരുകൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സമയബന്ധിതമായിട്ട് നമ്മൾ ഏറ്റവും അർഹിക്കപ്പെടുന്ന ഒരാൾക്ക് സമയബന്ധിതമായിട്ട് ചെയ്യാൻ വേണ്ടി ചില പ്രയാസങ്ങൾ വരും. നിയമത്തിൻ്റെ നൂലാമാലകളും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ശ്രേയസ് പോലെയുള്ള ഒരു സംഘടനയ്ക്കാകുമ്പോൾ
ഏറ്റവും പെട്ടെന്ന് ഒരു കമ്മിറ്റി കൂടി തീരുമാനമെടുത്താൽ, എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്താൽ ഏറ്റവും പെട്ടെന്ന് അർഹിക്കുന്ന ആളുകളിലേക്ക് ആ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഏറ്റവും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൺപെൺ വ്യത്യാസമില്ല, ജാതി വ്യത്യാസം ഇല്ലാണ്ട് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ശ്രേയസിൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും ഊർജ്ജം നൽകുന്നത് എല്ലാവരെയും ഒരുപോലെ കാണുന്നു, ഏറ്റവും താഴെ തട്ടിലുള്ളവരെയും ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഏകസ്ഥരായ അമ്മമാരുടെ ഒരു ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഏകസ്ഥരായ അമ്മമാരെ നമ്മുടെ കൂമ്പാറ ഭാഗത്ത് അപ്പോൾ 10-12 അമ്മമാരുണ്ട്. അവരുടെ ബർത്ത്ഡേ, വിവാഹ വാർഷികം എല്ലാം ശ്രേയസ് പോയി ആഘോഷിക്കുകയാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരവർ. അപ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രവർത്തക നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറ പ്രദേശത്തെ ജനപ്രതിനിധി കൂടിയായ എൻ്റെ നേതൃത്വത്തിലാണ് അമ്മ സംഘം പ്രവർത്തിക്കുന്നത്. അമ്മ എന്ന് പേരിടാൻ കാരണം പങ്കാളി നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ശിഷ്ടകാലം മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘത്തിന് അമ്മ എന്ന് പേരിടാൻ കാരണം. ഞാൻ അനീഷ് ദേവി, ശ്രേയസ് അമ്മ സംഘം സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട ഞങ്ങളുടെ ഏകസ്ഥരായ 12 അമ്മമാരുടെ സംഘമാണിത്. കൂടരഞ്ഞി പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഘം ഒരുക്കി തന്ന ശ്രേയസിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ എല്ലാ അമ്മമാരുടെയും ജന്മദിനം ഈ വർഷം വളരെ സന്തോഷത്തോടെ ശ്രേയസ് അച്ഛൻ്റെയും ശ്രേയസ് കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ അവരോടൊപ്പം ആഘോഷിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങളുടെ മീറ്റിംഗ്. ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അമ്മ സംഘത്തിൽ നിന്ന് ഒരു ടൂറ് പോകുന്നത്. അതിലെനിക്ക് പോകാൻ സാധിച്ചതിൽ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിൽ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. ആദ്യമായിട്ട് ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തന്നു. ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. സന്തോഷം, വളരെയേറെ സന്തോഷം. നല്ല ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ 64 വർഷമായി. ആദ്യമായിട്ടാണ് അമ്മ സംഘത്തിൽ വന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് സാധിച്ചത്. ആദ്യമായിട്ടാണ് അമ്മ സംഘത്തിലേക്ക് വരുന്നത്. ഇവിടെ വന്നേ പിന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് ഒന്നിച്ച് സ്നേഹത്തോടെ പോകുന്നത്. ഞങ്ങൾക്കും ഈ ഭൂമിയിൽ ഒരു ഇടമുണ്ടെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്ന തോമസ് അച്ഛനും ശ്രേയസ് ഭാരവാഹികൾക്കും ഒരുപാട് അകന്നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ക്യാൻസർ ഡേ ഫെബ്രുവരി 4 ക്യാൻസർ ദിനത്തിന്റെ ഭാഗമായി യൂണിറ്റിൽ വെച്ച് ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കൂടരഞ്ഞി ഫാമിലി ഹെൽത്ത് സെന്റർ ആരോഗ്യ പ്രവർത്തക ശ്രീമതി ഡിൻസി ചാർലി സെമിനാറിന് നേതൃത്വം നൽകി. ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ കൂടരഞ്ഞി യൂണിറ്റ് ഈ വർഷത്തെ കർഷക ദിനം വിവിധ സ്വാശ്രയ സംഘങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. യൂണിറ്റ് തല പരിപാടികളുടെ ഉദ്ഘാടനം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗവും ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ കൂടരഞ്ഞി യൂണിറ്റിന്റെ ഭരണസമിതി അംഗവുമായ ശ്രീമതി ജെറീന റോയ് ഉദ്ഘാടനം ചെയ്തു. ഭൂമിക്ക് കരുതാപ പോലെ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് കർഷകന്റെ വിയർപ്പ് തുള്ളികളിൽ പ്രശോഭിക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീമതി ജെറീന റോയ് ഉദ്ബോധിപ്പിച്ചു. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ കണിയാമ്പറമ്പിൽ സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ ശ്രേയസ് കോഴിക്കോട് മേഖലാ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിൽ ഭരണ സംവിധാനങ്ങൾ തങ്ങളുടെ ശ്രദ്ധ അതീവ ഗൗരവത്തോടെ പതിപ്പിക്കാതിരുന്നാൽ അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ രോഗഗ്രസ്തമായ ഒരു സമൂഹത്തെ സംരക്ഷിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തി. പ്രസ്തുത ചടങ്ങിൽ വെച്ച് മികച്ച കർഷകനായി ഗുഡ് ഷെപ്പേർഡ് സംഘത്തിന്റെ പ്രസിഡന്റായ ശ്രീമാൻ ജോബി ജോസ് പുതിയടത്ത് മെമന്റോ നൽകി ആദരിക്കപ്പെട്ടു. ജോബിയോടൊപ്പം തന്റെ പിതാവും 8 ഏക്കറോളം വരുന്ന തങ്ങളുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തു വരുന്നു. മൊത്തം ഞങ്ങൾക്ക് 7 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് തെങ്ങ്, കവുങ്ങ്, റബ്ബർ, കശുമാവ്, മുളക് എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. മികച്ച സമ്മിശ്ര കർഷകനായി ശ്രേയസ് കൂടരഞ്ഞി കർഷക സ്വാശ്രയ സംഘം പ്രസിഡന്റായ ശ്രീമാൻ മനുമോൻ പൈമ്പള്ളി ആദരിക്കപ്പെട്ടു. എൻ്റെ പേര് മനു. ഞാൻ കൂടരഞ്ഞി കർഷക സ്വാശ്രയ സംഘത്തിൻ്റെ പ്രസിഡന്റാണ്.
ഇത് സിവിചേട്ടൻ, ഞങ്ങളുടെ സെക്രട്ടറി, അതായത് ഞങ്ങളുടെ ബാക്കിയുള്ള ഞങ്ങളുടെ മെമ്പർമാരാണ്. ഞങ്ങൾ ആദ്യം ഒരു സംഘം രൂപീകരിക്കുകയും അതിൻ്റെ ഒരു കർഷക സ്വാശ്രയ സംഘമായിട്ട് രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ശ്രേയസിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രേയസുമായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു 10ഓളം പശുക്കളെ ഞങ്ങൾ വാങ്ങി. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 7 ഏക്കർ ഒരു പുൽത്തോട്ടമുണ്ട്. ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പുൽത്തോട്ടം. 7 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾക്ക് പുൽകൃഷിയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പശുവിൻ്റെ ഫാമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ആൺകരുത്തിനെ വെല്ലുന്ന മികവ് പ്രകടിപ്പിച്ചുകൊണ്ട് നായാടമ്പയിൽ ദീപസംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ജെസി ഷൈൻ കൂവപ്പാറ, സെക്രട്ടറി ശ്രീമതി റെനി ബിനു ചൊളമാക്കൽ എന്നിവർ കൂട്ടുകൃഷി മേഖലയിൽ ഏറ്റവും നല്ല വനിതാ കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്ട് 6 വർഷക്കാലമായി കൂട്ടുസംരംഭം എന്ന നിലയിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ഇവർ ഇതിനു പുറമെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂച്ചെടി കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്നു. എൻ്റെ പേര് ജെസി, കൂട്ടു നിൽക്കുന്നത് റെനി. ഞങ്ങൾ ഒന്നിച്ചാണ് JLG കൃഷി ചെയ്തു വന്നുകൊണ്ടിരുന്നത്. 6 വർഷത്തോളമായി ഞങ്ങൾ JLG കൃഷി ചെയ്തു വരുന്നു. ശ്രേയസ് മരിയ സംഘാംഗവും കൂടരഞ്ഞി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റുമായ ശ്രീമാൻ ജിനേഷ് തെക്കനാട്ട് ഈ വർഷത്തെ മികച്ച ക്ഷീര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ പേര് ജിനേഷ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ശ്രേയസ് കുടുംബത്തിനോടുള്ള നന്ദിയാണ്. കാരണം ഈ വർഷത്തെ ഏറ്റവും നല്ല മികച്ച ക്ഷീരകർഷകനായി എന്നെ തിരഞ്ഞെടുത്തതിന് ശ്രേയസ് കുടുംബത്തിനോട് വളരെയധികം നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഈ ഫീൽഡിലേക്ക്, ഈ ക്ഷീരമേഖലയിലേക്ക് കടന്നു വന്നിട്ട് 3 വർഷമായി. ഞാനും എൻ്റെ ഭാര്യയും പിതാവും മാതാവും അടങ്ങുന്ന ഞങ്ങളുടെ മക്കളടക്കം അടങ്ങുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു സംരംഭമാണിത്. 7ഓളം കൂടരഞ്ഞി കർഷക സ്വാശ്രയ സംഘം, ഫിനിക്സ്, ഗുഡ് ഷെപ്പേർഡ് എന്നീ പുരുഷ സംഘങ്ങളുടെ പങ്കാളിത്തോടെ സംഘടിപ്പിച്ച പ്രസ്തുത പരിപാടിക്ക് ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷൈജു കോയിനിലം, സെക്രട്ടറി സജി പുളിക്കക്കണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ മിനി മാത്യു, ജോമ സുരേഷ്, ഷിജി അഗസ്റ്റിൻ എന്നിവർ പ്രസ്തുത പരിപാടികൾക്ക് നേതൃത്വം നൽകി. നായാടമ്പൊയിൽ ദീപ, പുന്നക്കൽ റൈസിംഗ് സ്റ്റാർ, കൂമ്പാറ, അമ്മ സംഘങ്ങൾ അവരവരുടെ സംഘങ്ങളുടെ വാർഷികം ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടറോടൊപ്പം വളരെ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വനിതാ ദിനം മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഓഫീസിൽ വെച്ച് വനിതകൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. മുക്കം ഹിറ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പാൾ സാമൂഹ്യ നിർമ്മിതിയിൽ വനിതകൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. ശ്രേയസ് കോഴിക്കോട് മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിവിധ സംഘങ്ങളെ പ്രതിനിധീകരിച്ച് 60ഓളം അംഗങ്ങൾ പങ്കെടുത്തു. കൂടാതെ കക്കാടംപൊയിൽ ഉദയം സംഘവും നായാടംപൊയിൽ ദീപം സംഘവും കൂമ്പാറ ഉഷ സംഘവും സംഘത്തിലെ മുതിർന്ന വനിതകളെ ആദരിച്ചു. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിൻ്റെ ആരംഭത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വളരെയധികം പ്രയത്നിക്കും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ മിനി ചേച്ചി. അപ്പോൾ ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു വളർച്ചയ്ക്കും ഇതിൻ്റെ ഒരു വികാസത്തിനും കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് പറയാൻ. ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റ് ഏഞ്ചൽ എന്ന സംഘത്തിന്റെ രൂപീകരണത്തോടെയാണ്. അതിനെ തുടർന്ന് ഇന്നത്തെ ബാലജ്യോതി ഉൾപ്പെടെ 52 സംഘങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. പെട്ടെന്നുള്ള അതിന്റെ വളർച്ചയ്ക്ക് കാരണം ശ്രേയസിന്റെ മാനുഷിക മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ പ്രവർത്തനവും മികവുറ്റ നേതൃത്വവും സുതാര്യമായ ഇടപെടലുകളും. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. കുരുന്നു മനസ്സുകളിൽ അറിവിന്റെ വെളിച്ചം വിതറുന്ന അധ്യാപകരുടെ സ്മരണയ്ക്കായി വർഷം തോറും ആചരിക്കുന്ന അധ്യാപക ദിനം
ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിലെ വിവിധ സ്വാശ്രയ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന 17ഓളം അധ്യാപകരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുടെയും യൂണിറ്റ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി. എൻ്റെ പേര് ഷൈജു കോയിനിലം. ഞാൻ ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ശ്രേയസ് എന്ന സംഘടനയിൽ കൂടി വന്നതിൽ എനിക്ക് പ്രധാനമായിട്ടും ഇതൊരു പ്രചോദനമായി തോന്നിയത് പദ്ധതി അധിഷ്ഠിതമായി സമ്പാദിക്കുവാനും അതോടൊപ്പം തന്നെ ചെറുകിട പദ്ധതികൾ കൂടി എല്ലാവരെയും പ്രാപ്തരാക്കുവാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശ്രേയസ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാനും. ഈ സംരംഭം അതോടൊപ്പം തന്നെ വേറെ 2-3 സംരംഭങ്ങളും എനിക്കുണ്ട്. ലാബ്, അതുപോലെ തന്നെ നമ്മുടെ തന്നെ ആൾക്കാർ, നമ്മുടെ സംഘത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് ഫാമുകൾ, റെഡിമെയ്ഡ് ഷോപ്പുകൾ, ടീ ഷോപ്പ്, കൂൾ ബാർ, പശു ഫാം, മത്സ്യകൃഷി, അങ്ങനെ കാർഷികേതര സംരംഭങ്ങളൊക്കെ ശ്രേയസ് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ജനങ്ങളെ ഒരു പദ്ധതി ഇട്ടുകൊടുക്കുന്നതിലൂടെ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ശ്രേയസിൻ്റെ ഈ കൂട്ടായ്മയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശ്രേയസിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ എൻ്റെ പേര് ഉഷ. ഞാൻ ശ്രേയസ് ഗാലക്സിയിലെ ഒരു അംഗമാണ്. ഭിന്നശേഷിക്കാരും കൂടിയാണ്. ഞാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഉപജീവനം നയിക്കുമെങ്കിലും ചായപ്പൊടി എനിക്ക് എത്തിച്ചു തന്ന ശ്രേയസിന് നന്ദി. ജൈവ പച്ചക്കൃഷി പരിപോഷണത്തിന്റെ ഭാഗമായി ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിലെ മരിയ സ്വാശ്രയ സംഘാംഗങ്ങൾ അവരുടെ സംഘത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പച്ചക്കറി വിതരണം ചെയ്തു. പച്ചക്കറി വിതരണ ഉദ്ഘാടനം ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിന്റെ സെക്രട്ടറി ശ്രീമാൻ സജി പുളിക്കക്കണ്ടം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കൂടരഞ്ഞി മഴവിൽ സംഘാംഗങ്ങൾ കൂടരഞ്ഞി മുതുവമ്പായി അങ്കണവാടിയുടെ പരിസരം വൃത്തിയാക്കി. വാർഡ് മെമ്പർ ശ്രീമതി റോസ്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സംഘാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. കൂടാതെ നായാടംപൊയിൽ ദീപം സംഘം ടൂറിസ്റ്റ് കേന്ദ്രമായ നായാടംപൊയിൽ അങ്ങാടിയും പരിസരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്തു. ഹെവൻ, ആൽബർട്രോസ്, ഡാഫോഡിൽസ് ബാലജ്യോതി ഗ്രൂപ്പുകൾ വൃക്ഷത്തൈ നട്ടു. കക്കാടംപൊയിൽ സാംസ്കാരിക നിലയത്തിന്റെ പരിസരത്ത് യൂണിറ്റ് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ സീന ബിജു വൃക്ഷത്തൈ നട്ടു. ഈ വർഷം നവംബർ-ഡിസംബർ മാസങ്ങളിലായി ബഹുമാനപ്പെട്ട യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിലച്ചന്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും മേൽനോട്ടത്തിൽ സ്വാശ്രയ സംഘാംഗങ്ങൾ അകലാപ്പുഴ, കൊടൈക്കനാൽ പ്രദേശങ്ങളിലേക്ക് വിനോദയാത്ര പോയി. ഇവാലുവേഷൻ സംഘങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പ്രതിമാസം യൂണിറ്റ് വെച്ച് നടത്തുന്ന സംഘങ്ങളുടെ വിലയിരുത്തൽ മീറ്റിംഗ്. യൂണിറ്റ് ഡയറക്ടറെ, മേഖലാ പ്രതിനിധികളുടെയും യൂണിറ്റ് ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ എല്ലാ മാസവും 1-ാം തീയതി യൂണിറ്റ് ഇവാലുവേഷൻ നടത്തുന്നു. ഇത് സംഘങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുവാനും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനും അവർക്ക് പ്രചോദനം നടത്തി വരുന്നു. കൂടരഞ്ഞി യൂണിറ്റിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കൂടരഞ്ഞി യൂണിറ്റിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ഈ വർഷം കൂടരഞ്ഞി യൂണിറ്റിൽ ശ്രേയസ് രൂപീകരിച്ച ഏകദേശം 19ഓളം സ്വാശ്രയ സംഘങ്ങളിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പിടി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരുമ എന്ന സ്വാശ്രയ സംഘത്തിന്റെ പ്രസിഡന്റാണല്ലോ ജോസേട്ടൻ.
ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രേയസ് പോലുള്ള ഒരു സന്നദ്ധ സംഘടനയിലേക്ക് കടന്നു വരുവാണ് ജോസേട്ടൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ നിലവിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO ഏത് എന്ന് നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ബത്തേരി രൂപതയുടെ ശ്രേയസ് എന്ന സംഘടനയുമായി ബന്ധപ്പെടുകയും സുശക്തവും സുതാര്യവും ജനാധിപത്യപരവുമായ കൃത്യമായ മോണിറ്ററിംഗ് നടത്തി ഏറ്റവും നല്ല സേവനം നൽകി ഇതൊരു വലിയ ഒരു ആത്മീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ശ്രേയസുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിൽ ഉതകുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട്. സാമൂഹ്യ വികസന രംഗത്ത് 4.5 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്ത് ആർജിച്ചിട്ടുള്ള ശ്രേയസിന്റെ ഭരണപാടവത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും നേർക്കാഴ്ചയാണ് പുതിയതായി രൂപീകരിച്ച ശ്രേയസ് സോഷ്യൽ സർവീസ് സെന്റർ കൂടരഞ്ഞി യൂണിറ്റിന്റെ ഉത്ഭവത്തിന് നിദാനം. വളർച്ചയുടെ പടവുകളിലേക്ക് അർത്ഥശങ്കയോടെ കാലെടുത്തു വെക്കുമ്പോൾ കരുത്തേകിയത് ഈശ്വരാനുഗ്രഹത്തിലുള്ള ആശ്രയം. കരുതലായി ആദ്യം കൈനീട്ടി തന്ന ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡേവിഡ് ആലങ്കച്ചനെ നന്ദിയോടെ സ്മരിക്കുന്നു. പിതൃസഹജമായ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുകയും കരുത്തും പ്രോത്സാഹനവും നൽകി കൂടെ നടക്കുകയും ചെയ്യുന്ന മേഖലാ ഡയറക്ടറും യൂണിറ്റ് ഡയറക്ടറുമായ പെരിയ ബഹുമാനപ്പെട്ട തോമസ് മണിത്തോട്ടൽ അച്ഛനെ ശ്രേയസ് കൂടരഞ്ഞി യൂണിറ്റിന്റെ രാജ്യശില്പി, കൂടരഞ്ഞിയിലെ മുഴുവൻ ശ്രേയസ് കുടുംബത്തിന്റെയും ആദരവും കൃതജ്ഞതയും. സമയബന്ധിതവും കാലോചിതവുമായ മാർഗനിർദ്ദേശങ്ങളും ആശയങ്ങളും നൽകി യൂണിറ്റിന്റെ വളർച്ചയ്ക്കായി നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജിയുടെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു. പരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെ പരാതി കൂടാതെ തികഞ്ഞ സമർപ്പണ മനോഭാവത്തോടെ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന സേവന സന്നദ്ധരായ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളെയും സ്വാശ്രയ സംഘം കർമ്മനിരതമാക്കുന്ന സംഘം ഭാരവാഹികളെയും സർവോപരി കൂടരഞ്ഞി യൂണിറ്റിലെ മുഴുവൻ ശ്രേയസ് കുടുംബങ്ങളെയും അതിയായ നന്ദിയോടെ ഓർമ്മിക്കുന്നു.